ചേട്ടാ, ഈ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് ABCD അക്ഷരമാല ചേർത്തായിരുന്നു പണ്ട് ഗ്രൂപ്പ്. ABCD തൊട്ട് അങ്ങ് Z വരെ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പണ്ട് ട്രോൾ ഇറങ്ങിയിരുന്നു. പിന്നീട് ആ ഗ്രൂപ്പൊക്കെ മാറി പിന്നെ വ്യക്തികളായി. ഇപ്പോൾ സതീശൻ ഗ്രൂപ്പ്, മറ്റേ ചെന്നിത്തല ഗ്രൂപ്പ്, KC ഗ്രൂപ്പ്, ഷാഫി ഗ്രൂപ്പ്, ഇപ്പോൾ ഏറ്റവും പുതിയത് വരുന്നു തരൂർ ഗ്രൂപ്പ്. അതെ, ഈ തരൂർ മുമ്പ് ACC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ഒരു ചെറിയ ഓളം ഉണ്ടാക്കിയിരുന്നു. അന്ന് ഇവിടെ എന്താ പറയുക, നവീകരണവാദികൾ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ പുതിയ വെർഷൻ എന്നൊക്കെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതായത് ഗാന്ധി കുടുംബത്തിനെതിരെ, നെഹ്റു കുടുംബത്തിനെതിരെ, അതായത് മറ്റേ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ, ഡൽഹി കേന്ദ്രീകരിച്ച് നമ്മുടെ കുറേ, അതായത് പാർട്ടി മൊത്തത്തിൽ തിരുത്തണം എന്ന് പറഞ്ഞ് കുറെ പേര് ഇറങ്ങി തിരിച്ചല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് തരൂര് മത്സരിച്ചതെന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ കേരള ഘടകം ഇവിടെ തിരുത്തൽവാദികൾ വീണ്ടും പുനർജനിച്ചു എന്ന് പറഞ്ഞാണ്. പക്ഷേ പിന്നീട് അത് കുഴിമുട്ടി മൂടി, ഒന്നും ആകാണ്ട് പോയി. പക്ഷെ ഇപ്പോ വീണ്ടും തരൂര് തലപൊക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തരൂരിന് തിരുവനന്തപുരത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു കഴിഞ്ഞ ആളാണ്. തരൂര് ലക്ഷ്യമിടുന്നത് ഒരു മുഖ്യമന്ത്രി കസേരയാണോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടതല്ലേ? അതായത് പ്രേം ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർക്ക് ഇപ്പം ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പുകളും അത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഓരോ ദിവസം ഓരോ ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് വരെ കേട്ടത് VD സതീശൻ്റെ ഗ്രൂപ്പിനെ കുറിച്ചായിരുന്നുണ്ടെങ്കിൽ VD സതീശൻ ഗ്രൂപ്പിലെ 2 ചെറുപ്പക്കാർ മാറിക്കഴിഞ്ഞു. അതായത് ഷാഫി പറമ്പിലും മാറിക്കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടവും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ഇവർ രണ്ടുപേരും ഇപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യുക വെച്ചാൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ KPCC ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പുനഃസംഘടന വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ പ്രഖ്യാപിച്ചു. സെക്രട്ടറിമാരെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിൽ അവർക്ക് ഓരോരുത്തർ പറഞ്ഞ ആൾക്കാരുണ്ട്, അവരുടെ തന്നെ പേരുണ്ട്. ഇതിൽ ചിലർക്ക് ഇപ്പോൾ K മുരളീധരന് അസംതൃപ്തിയുണ്ട്, ചാണ്ടി ഉമ്മൻ അസംതൃപ്തിയുണ്ട്, ഇങ്ങനെ നിരവധി പേര് അങ്ങനെ അവരുടെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് ഇത്തരത്തിൽ അസംതൃപ്തി ഉള്ളവരുടെ കൂട്ടത്തിൽ ഉള്ളവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് ശശി തരൂർ ഫോം ചെയ്യുന്നതായിട്ടും ശശി തരൂരിൻ്റെ ആ ഗ്രൂപ്പിനെ നയിക്കുന്നത് MK രാഘവൻ എന്ന കോഴിക്കോടത്തെ MP ആണെന്നും വാർത്തയുണ്ട്. MK രാഘവൻ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവാണ്. കോഴിക്കോട് നിന്ന് അവിടെ മറ്റേ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ നിന്ന് ജയിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ജയത്തിന് നല്ല നല്ല തിളക്കമാണ്. കാര്യം പ്രദീപ് കുമാറിനെ പോലെയുള്ള CPM-കാരൊക്കെ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം വരെ വന്ന് ഒരുപാടില്ല, സ്പൈക്യാം ഓപ്പറേഷൻ വരെ വന്നിട്ടും അതിജീവിച്ചു. അല്ല, പുള്ളിക്കൊരു പ്രത്യേക ഇമേജ് അവിടെയുണ്ട്. കോഴിക്കോടുകാരുടെ രാഘവേട്ടൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേര്. കാര്യം അദ്ദേഹം നല്ലൊരു നേതാവാണ്. അപ്പോൾ ഈ പറയുന്ന നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിനെതിരെ മല്ലികാർജുൻ ഖാർഗെ എന്ന അത്രയും വയസ്സായ ഒരു വൃദ്ധൻ ഒരു പ്രസിഡന്റ് കാക്കാന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിനപ്പുറം പോകാത്ത ഒരു നേതാവ്, അത്രയും അവർക്ക് KPC പ്രസിഡന്റായിട്ട് അല്ല AICC പ്രസിഡന്റായിട്ട് അവർക്ക് വേണ്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കെതിരെ പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരു ചങ്കൂറ്റം കാണിച്ച ഒരു വ്യക്തി MK രാഘവനും കൂടെയാണ്. MK രാഘവനും ഇവിടെ പിന്നെ ശബരിനാഥനും അന്ന് അതിൽ കൂടെ നിന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ശശി തരൂര് ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് അത്ര കണ്ട് അങ്ങ് പിന്നെ ഇതായിട്ട് നിൽക്കുന്ന, ഖിന്നരായി നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇനി അക്ഷരമാലയിൽ ഇനി എത്രാമത്തെ അക്ഷരം? അതിനിടയിൽ ഈ ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാണ്ടി ഉമ്മൻ പഴയ A ഗ്രൂപ്പ് പൊടിതട്ടി എടുക്കുന്നു എന്നും പറഞ്ഞു. പക്ഷെ അതിലും എത്ര പേര് അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് അറിയില്ല. കാര്യം KC വേണുഗോപാൽ ഇപ്പോൾ ഈ പറയുന്ന KPCC ഇപ്പോൾ അവരുടെ പുനഃസംഘടന വന്നല്ലോ. പുനഃസംഘടന വന്നിരിക്കുന്നവർ ഒരുപാട് പേരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ജംബോ കമ്മിറ്റി ആണ് എന്നുണ്ടെങ്കിലും KC വേണുഗോപാലിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് കുറേയധികം പേരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. കുറേയധികം ആൾക്കാരെ ആ ഗ്രൂപ്പിലുള്ളവരും AIയിലുള്ളവരും Iയിലുള്ളവരും ഒക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞൊരു പത്തനംതിട്ട നമ്മുടെ ആറന്മുള ജയിച്ചിട്ടുള്ള MLA ആണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് എന്നും ഒരു ഇപ്പം ജനറൽ സെക്രട്ടറിമാരുടെ കൂട്ടത്തിലോ വൈസ് പ്രസിഡന്റുമാരുടെ കൂട്ടത്തിലോ KPCCയിലെ ഒരു അർഹതപ്പെട്ട പോസ്റ്റിലോ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പുനഃസംഘടന എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ നല്ല ഗെയിമാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ പതിയെ കേരളത്തിലെ പാർട്ടിയെ മൊത്തത്തിൽ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ അതിനെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് രമേശ് കൂട്ടർ ഇപ്പോൾ കളിക്കുന്നത്. പണ്ട് ഈ AI ഗ്രൂപ്പുകളായിരുന്നല്ലോ അടി നടത്തുന്നത്. ആകെ മൊത്തം അതേ ഉണ്ടായിരുന്നു, ഓരോ മാനേജർമാരുണ്ടായിരുന്നു. ആ സമയത്ത് AK ആന്റണി നടത്തിയ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതായത് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ അടിസ്ഥാന
തലത്തിൽ ഈ കേഡർ സംവിധാനമല്ല. അതെ. അപ്പൊ ഈ പാർട്ടിയെ സക്രിയമായി നിലനിർത്തുന്നത് ഒരു പരിധിവരെ ഗ്രൂപ്പാണ്. കാര്യം അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ആരോഗ്യപരമായ മത്സരം ഈ പാർട്ടിയെ വല്ലാണ്ട് സഹായിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ സംഘടനാ പ്രവർത്തനം അത്ര സുഖകരമല്ല. കാര്യം താഴെത്തട്ടിൽ പ്രവർത്തകരില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു വട്ടം പ്രതിപക്ഷത്തിരുന്നു വീണ്ടും 10 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇല്ലാതിരുന്ന ഒരു പാർട്ടി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഗ്രൂപ്പുകൾ വരുന്നത് അവർക്കിടയിൽ ഒരു ആരോഗ്യകരമായ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് പാർട്ടിയെ ഗുണകരമായി സഹായിക്കും എന്നല്ലേ തോന്നുന്നത്? അല്ല, അത് ഗുണകരമായി സഹായിക്കുന്നത് പാർട്ടി പ്രസ്ഥാനത്തിനെ നന്നാക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കിട്ടുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ കുതികാല് വെട്ടി വോട്ട് മറിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് പ്രശ്നമാകും. കാര്യം ഈ എറണാകുളം ജില്ലയിൽ തന്നെ സെബാസ്റ്റ്യൻ പോളിനെയൊക്കെ ജയിപ്പിച്ചിട്ടുള്ളത് പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം കടുത്തിട്ട് സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിച്ച. അല്ല, അത് കരുണാകരൻ വന്ന് നിങ്ങൾക്ക് ഫലം TV-യിൽ കാണാമെന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അത്തരത്തിൽ പോകാതെ പാർട്ടിക്ക് ഇപ്പോൾ ഗ്രൂപ്പാണ് കോൺഗ്രസിന്റെ ബലം എന്നുണ്ടെങ്കിൽ ശരി, ആയിക്കോട്ടെ, അത് പ്രസ്ഥാനത്തിനെ വളർത്താനാണെങ്കിൽ ആ രീതിയിൽ പോയാൽ നല്ലത്. പക്ഷേ ഈ സ്ഥാനമോഹം കൊണ്ട് ഒരാളെ കുഴിയിലോട്ടാക്കിയിട്ട് എനിക്ക് നേതാവായി വരണം എന്ന് പറയുന്ന രീതിയാണെങ്കിൽ പ്രശ്നം. ഇപ്പം VD സതീശൻ ഇപ്പോൾ ഒരു വോയിസും ഇല്ല. VD സതീശൻ്റെ വോയിസൊക്കെ പോയി. VD സതീശൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടെ ഒതുങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നിലമ്പൂർ ഇലക്ഷനോട് കൂടി VD സതീശൻ കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം ഘടകകക്ഷികളുടെ ഇടയിൽ വല്ലാത്ത പ്രശ്നം ഈ പറയുന്ന അൻവറിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അൻവർ പിടിച്ച വോട്ട് കുറഞ്ഞു പോയത് കൊണ്ട് ഷൗക്കത്ത് ജയിച്ചെന്ന് അത് പറയുമ്പോൾ ഈ കോൺഗ്രസിൽ ഇത്തരം പുതിയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ലീഗ് കയറി ഇടപെടേണ്ടതല്ലേ? ലീഗിലൊരു പ്രതികരണം ഉണ്ടാകേണ്ടതല്ലേ? ലീഗ് എന്താ സൈലന്റ് ആയി നിൽക്കുന്നത്? ലീഗിന്റെ സൈലന്റിനെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ലീഗ് ഇപ്പോൾ സൈലന്റ് ആയിരിക്കുന്നത് പുലി പതുങ്ങിയിരിക്കുന്നത് ചാടി പിടിക്കാനെന്ന് മോഹൻലാലിന്റെ ആ സിനിമയിൽ പറഞ്ഞ പോലെ. പുലിമുരുകൻ. അതെ, അതിൽ പറഞ്ഞതുപോലെ ലീഗ് ഇപ്പം മിണ്ടാതിരിക്കുന്ന ഈ ആടി ഏതറ്റം വരെ പോകുമെന്ന് കാണാനും പിന്നീട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ KC വേണുഗോപാൽ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്നൊരു തോന്നലുണ്ടെന്നും വാർത്ത കേൾക്കുന്നുണ്ട്. കാര്യം അവർക്ക് VD സതീശനോട് വലിയ താല്പര്യമില്ല. രമേശ് എന്ന നേതാവിനോടും അത്ര കണ്ട് രമേശ് പഞ്ച് പോരാന്നാണ് അവരുടെ പറയുന്നത്. ഇപ്പോൾ രമേശ് കേരളത്തിൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഈ അബിൻ വർക്കിയുടെ വിഷയം തന്നെ ഇത്രയും ആയത്. അബിൻ വർക്കിയെ രമേശ് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അബിൻ വർക്കിക്ക് ഒന്നും കിട്ടാതെ പോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അബിൻ വർക്കി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വേള KC വേണുഗോപാൽ വിഭാഗത്തിലുണ്ടായിരുന്ന ആളാണ്. കരുണാകരൻ പൊക്കിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരനാണ്. എനിക്കിന്ന് ഓർമ്മയുണ്ട്. വളരെ കെളുതന്നെ വെളുത്ത ഒരു ചെറുപ്പക്കാരൻ KC പ്രസിഡന്റൊക്കെ ആയിരുന്നു ഇദ്ദേഹം. ഈ KC വേണുഗോപാൽ ഗ്രൂപ്പിനെ ഒതുക്കിയിട്ടാണ്, അബിൻ വർക്കിയെ ഒതുക്കിയിട്ടാണ് ഈ പറയുന്ന പുതിയൊരു പയ്യനെ പ്രസിഡന്റായിട്ട് കൊണ്ടുവച്ചത്. ജിനീഷ് എന്നല്ലേ പയ്യന്റെ പേര്? OG ജിനീഷ്. ഈ ജിനീഷിനെ കൊണ്ടുവച്ചത് KC വേണുഗോപാലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പിനെ ഒതുക്കുമ്പോൾ ഈ പഴയ ഐക്കാരെല്ലാം ഒതുങ്ങി ആണെങ്കിൽ ഇപ്പോൾ ഒന്നുമേ അല്ല. 7 കീറായി പോയിട്ടുണ്ട്. ഇപ്പോൾ ആന്റണി, ബെന്നി ബെഹനാൻ, KC ജോസഫ്, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മോൻ പറയുന്നു എന്നുണ്ടെങ്കിലും ആരിപ്പോൾ PC വിഷ്ണു അതൊക്കെ പഴയ ഏക്കാരനാണ്. പക്ഷെ അതൊന്നും അങ്ങനെ കണ്ടങ്ങ് ഒരുമിച്ച് വരുന്നില്ല. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഗ്രൂപ്പിന്മേൽ ഗ്രൂപ്പും ഒക്കെ ആകുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ, ഇപ്പം പ്രേം ചോദിച്ച പോലെ നിലമ്പൂർ ഇലക്ഷനിൽ സംഭവിച്ചത് ഈ പറയുന്ന VD സതീശൻ്റെ ഒറ്റപ്പെടുത്താൻ അൻവറിനെ കൂടെ കൂട്ടണം. ഇപ്പോൾ ഇനി അൻവറിനെയൊക്കെ അസോസിയേറ്റ് ആക്കും. അൻവറിനെയൊക്കെ അസോസിയേറ്റ് ആക്കിയില്ലെങ്കിൽ നിലമ്പൂരൊക്കെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ വലിയ വിഷയമാവും. കാര്യം കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയാവും, അൻവറിനൊരു സ്ഥാനാർത്ഥി വരും, LDFിനൊരു സ്ഥാനാർത്ഥി വരും, ലീഗിനൊരു സ്ഥാനാർത്ഥി വരും. ലീഗാണ് അവിടെ ഏറ്റവും കൂടുതൽ വട്ടം ചുറ്റാൻ പോകുന്നത്. അപ്പോൾ ലീഗ് ഇപ്പം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലീഗ് കാത്തിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നവരെ നമുക്ക് നോക്കാം. കാര്യം ലീഗ് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചു കഴിഞ്ഞു. യവനെയൊക്കെ കാരണം ഒരു നിവർത്തിയില്ല. ഈ കിടന്ന് തമ്മിലടിച്ചാൽ എങ്ങും എത്തില്ല. ആരെങ്കിലും ഒരാൾ നേതാവാകുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ നിയന്ത്രിക്കുക. കാര്യം AICCയുടെ തലയിൽ കൈവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ലീഗ് മിണ്ടാതിരിക്കുന്നത് ഇതിൻ്റെ ഒരു പീക്ക് പോയിന്റ് എത്തുമ്പോൾ ലീഗ് കയറി കളിക്കാനുള്ള ഇടപെടലാണെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ ലീഗിന് വേറൊരു ഉന്നം കൂടെ ഉണ്ട്. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരികയാണ്, ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. റിസൾട്ട് വരുമ്പോൾ ലീഗിൻ്റെ സീറ്റ് കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ, ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഉന്നതമായി ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ലീഗ് ചോദിച്ചു വാങ്ങാനുള്ള സാധ്യതയുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി, ഈ പറയുന്ന പോലെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി, അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോകാൻ ലീഗ് ചുമ്മാതല്ല മിണ്ടാതിരിക്കുന്നത്, നോക്കിയിരിക്കുകയാണ്.